ഹായ് ഗൈസ്, മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളത്. അതായത് US പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റുകളും എയർക്രാഫ്റ്റിംഗ് സ്ട്രൈക്കുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളെല്ലാം പലതും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലോട്ട് വന്നിരിക്കുന്നു. ഇതുമാത്രമല്ല, UK ഒരു വലിയൊരു എയർക്രാഫ്റ്റും കൂടെ അതിലോട്ട് വരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അത് ഓസ്ട്രേലിയയിലോട്ട് പോകാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന മറ്റൊരു റിപ്പോർട്ടുമുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു ഇൻസർജൻസി നടക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ നമുക്കറിയാം, അതായത് ഈ ഇസ്രായേൽ ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു യുദ്ധം ഈ ഒരു സമയത്ത് നടന്നു കഴിഞ്ഞതിന് ശേഷം ലോകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. അതായത് ലോകം മൊത്തം ഏറ്റവും കൂടുതൽ കുറെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മുന്നോട്ട് വന്നു, കുറെ ഹമാസിനെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർ മുന്നോട്ട് വന്നു. അങ്ങനെ ഈ ലോകം മൊത്തം ഒരു ഗ്ലോബൽ ഗെയിം ചേഞ്ചറായി മാറിയത് ഇതേ യുദ്ധം തന്നെയാണ്. ഇപ്പോൾ ആ ഒരു യുദ്ധത്തിൽ മറ്റൊരു ടേണിംഗ് പോയിന്റിലോട്ടാണ് എത്തിയിരിക്കുന്നത്. അത് 2023 ഈ ഒരു യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരുന്നു, ഹമാസിനെ ഞങ്ങൾ നരകം കാണിക്കുമെന്ന്. അങ്ങനെ ഹമാസിനെ ഓരോ ദിവസം ഇഞ്ചിഞ്ചായി കൊല്ലുന്നുകൊണ്ടും ഹമാസിനെ സപ്പോർട്ടായിട്ട് പ്രധാനപ്പെട്ട ഒരു രാജ്യങ്ങളും നിൽക്കാത്തതുകൊണ്ടും ഹൗത്തി എന്ന് പറയുന്നത്, അതായത് ഇറാന്റെ തീവ്രവാദ സംഘടനയിലുള്ള 3 പ്രധാന ഗ്രൂപ്പുകളാണ്. ഒന്ന് ഹെസ്ബുള്ള, ഒന്ന് വന്നിട്ട് ഹമാസ്, അതുപോലെ തന്നെ ഹൗത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3H കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇല്ല എന്ന് പറയും. അതായത് അത്രമാത്രം ഡിപ്പെൻഡൻസിയാണ് ഉള്ളത്. ഇറാന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമാണ് അവരുടെ IRGC എല്ലാം തന്നെ പ്രവർത്തിക്കുക. പക്ഷെ പുറത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഓരോ കാര്യങ്ങളും കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഹൗത്തികൾ പെട്ടെന്ന് പറയുകയാണ്, അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ കപ്പലുകളോ അല്ലെങ്കിൽ അവരുടെ മെർച്ചന്റ് ഷിപ്പുകളോ ഈവൻ അവരുടെ വാർഷിപ്പുകൾ പോലും റെഡ് സീയിലൂടെ, അതായത് മെഡിറ്ററേനിയൻ സീ വഴി റെഡ് സീയിലൂടെ പോകുന്ന കപ്പലുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെയെല്ലാം അറ്റാക്ക് ചെയ്തിരിക്കും എന്ന് പറയുന്ന ഒരു ബോൾഡ് അനൗൺസ്മെന്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ലോകത്തുള്ള ചെറിയ രാജ്യങ്ങളെല്ലാം തന്നെ ആദ്യം ഷോക്കായി. ഈവൻ വലിയ രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റെഡ് സീ ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട്, അതായത് ഏഷ്യ യൂറോപ്പ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലം കംപ്ലീറ്റ് ആയിട്ടും, അതായത് ഈ ഹൗത്തികളുടെ കൺട്രോളിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കപ്പലുകൾ പോകാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, അന്താരാഷ്ട്ര ലെവലിൽ എല്ലാ സാധനത്തിനും പ്രൈസ് കൂടും. പ്രത്യേകിച്ചും ഓയിൽ, ഗ്യാസ് ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിനെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പ്രൈസ് വർധനമുണ്ടാവും. ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇൻഫ്ലേഷൻ, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തെ സെക്യൂരിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ത്രെറ്റ് ആയിരുന്നു. അപ്പോൾ ഇവര് വെറുതെ പറയുക മാത്രമല്ല ചെയ്ത, കുറേയധികം US അതുപോലെ തന്നെ UK എല്ലാം തന്നെ അലൈസ് ആയ പല രാജ്യങ്ങളുടെ തന്നെ കപ്പലുകൾ അവര് എയർ സ്ട്രൈക്ക് നടത്തി തകർക്കുകയും ചെയ്തു. ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് ഈ കപ്പലുകൾക്കെല്ലാം തന്നെ ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനികളൊന്നും തന്നെ ഇൻഷുറൻസ് കൊടുക്കാതെ, അതുകൊണ്ട് കപ്പൽ കമ്പനികൾക്ക് വലിയ നഷ്ടത്തിലോട്ട് വരാൻ തുടങ്ങി. ഇൻഷുറൻസ് കൊടുത്ത കമ്പനികൾക്ക് തന്നെ ആ കപ്പലുകൾ എന്തായാലും അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കും നഷ്ടം വരാൻ തുടങ്ങി. ഇങ്ങനെ എല്ലാ രീതിയിലും പ്രശ്നമാകുകയും അപ്പോൾ ഈ ലെവലെല്ലാം തന്നെ സാധാരണ മറ്റു രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ വയറ്റിലോട്ട് പോകാൻ തുടങ്ങി. അതായത് ഇൻഫ്ലേഷൻ അവരാണ് പേ ചെയ്യേണ്ടി വന്നത്. കാരണം സാധനങ്ങളൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർ ചുറ്റി വരാൻ തുടങ്ങി. അതായത് ആഫ്രിക്ക വഴി അങ്ങനെ വരാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം എടുക്കുന്നു, കൂടുതൽ ഫ്യൂൽ ചെലവാകുന്നു, കൂടുതൽ എക്സ്പെൻസ് ആവുന്നു. ഇതെല്ലാം തന്നെ കരുതിക്കൊണ്ട് അന്നത്തെ പ്രസിഡന്റായ ജോ ബൈഡൻ, അതായത് US പ്രസിഡന്റായ ജോ ബൈഡനും അതുപോലെ തന്നെ അലൈസ് എല്ലാം ചേർന്നുകൊണ്ട് US കപ്പലും UK കപ്പലും അങ്ങനെയുള്ള അവരുടെ അലൈസിന്റെ എല്ലാം തന്നെ വാർഷിപ്പ് ഡയറക്റ്റ് ആയിട്ട് റെഡ് സീയിലോട്ട് അയക്കുകയാണ്. റെഡ് സീയിലോട്ട് അയച്ച് ഹൗത്തികൾക്കെതിരെ അന്നും ഒരു നല്ല രീതിയിലുള്ള അറ്റാക്കുകളെല്ലാം നടത്തിയിരുന്നു. അപ്പോൾ തന്നെ ഈ അമേരിക്കൻ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിരുന്ന, അതായത് ഇന്നത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, അതായത് ഹൗത്തികൾ അടിക്കുന്നോടം വരെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതായത് ജോ ബൈഡന്റെ സ്ഥിരം പോളിസി അതാണ്, അവരടിക്കുന്നോടം വരെ നമ്മൾ കാത്തിരിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യും. പക്ഷെ ഈ ഒരു അപ്രോച്ച് അല്ല ഒരിക്കലും അമേരിക്കയ്ക്ക് വേണ്ട എന്ന് അന്നേ, അതായത് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിച്ചതുമാണ്. അതുപോലെ തന്നെ അത് ഓപ്പണായി പറഞ്ഞൊരു വ്യക്തിയും കൂടിയാണ്. പറഞ്ഞ പോലെ തന്നെ ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ആ സൈഡ് കംപ്ലീറ്റ് ആയിട്ടും റെഡ് സീയിൽ കംപ്ലീറ്റ് ഒരു ഫ്രീഡം വേണം. അതായത് US നേവൽ ഷിപ്പ് ആയിക്കോട്ടെ, US മെർച്ചന്റ് ഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് ഷിപ്പ് വേണമെങ്കിലും അതിൽ 24 മണിക്കൂറും, അതായത് ഒരു ഫ്രീഡവും കുറവില്ലാതെ എല്ലാ ഫ്രീഡത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന രീതിയിൽ ഉള്ള ഒരു പാസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് ട്രംപ് ചെയ്തത് ഇറാനോട് ഒന്ന് പറയുകയാണ് ചെയ്തത്, ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കി. അതായത് നിങ്ങൾ ന്യൂക്ലിയർ ഫെസിലിറ്റിയും ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ഹൗത്തികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇറാൻ അതിനെ റിജക്ട് ചെയ്തു.
ഡയറക്റ്റ് ആയിട്ട് ഇതിനെ അതായത് ഹൗത്തികളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങളും ട്രംപ് നടത്തി. പക്ഷെ അതെല്ലാം തന്നെ വിജയത്തിലോട്ട് എത്തിയില്ല. ഇറാൻ അതെല്ലാം റിജക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് ട്രംപ് ഡയറക്റ്റ് ആയിട്ട് എയർ സ്ട്രൈക്ക് അതായത് യമൻ കംപ്ലീറ്റ് ആയിട്ടും ഹൗത്തികളുള്ള സ്ഥലങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്ത് എയർ സ്ട്രൈക്ക് നടത്താൻ വേണ്ടി പറഞ്ഞു. ഇതിൽ ഏകദേശം 100-ലും അധികം ആൾക്കാർ മരണപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ചുരുങ്ങിയത് ഒരു 50 പേരെങ്കിലും സിവിലിയൻസ് കൊല്ലപ്പെട്ടതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു 200-ഓളം ആൾക്കാർ മരണപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. കാരണം അത്രമാത്രം ഇന്റൻസീവായ സ്ട്രോങ് ആയിട്ടുള്ള എയർ സ്ട്രൈക്ക് ആണ് നടത്തിയത്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ ഹൗത്തികൾ മറ്റൊരു ക്ലെയിം വെച്ചിട്ടുണ്ട്. അതായത് US വാർഷിപ്പിനെ തന്നെ എയർക്രാഫ്റ്റിനെ തന്നെ ഞങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇത് മറ്റൊരു മീഡിയാസും ഇതുവരെയും ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടില്ല. വെറും ഹൗത്തികളുടെ മീഡിയ മാത്രമോ കൺഫേം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് എത്രമാത്രം ശരിയാണെന്നുള്ള കാര്യങ്ങളും അറിയില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും വീണ്ടും ട്രംപ് ഇറാനും അതുപോലെ തന്നെ ഹൗത്തികൾക്കും ഒരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഒരു രീതിയിൽ അതായത് അമേരിക്കൻ ഷിപ്പുകളോ അമേരിക്കൻ സപ്പോർട്ട് ചെയ്യുന്ന ഷിപ്പുകളെയോ നിങ്ങൾ തൊട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റാക്കുകളല്ല ഇതിലും ഇന്റൻസീവായ കംപ്ലീറ്റ് അറ്റാക്കുകൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി കുറേയധികം വാർഷിപ്പുകൾ ഈ മിഡിൽ ഈസ്റ്റ്, മെഡിറ്ററേനിയൻ സീ, റെഡ് സീ ഇതിലോട്ടെല്ലാം തന്നെ കൊണ്ടുവരുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹൗത്തികളുടെ ഈ ഒരു അനൗൺസ്മെന്റ് ഞങ്ങൾ അതായത് US എയർക്രാഫ്റ്റിനെ തന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്തു എന്നുള്ളത്. പക്ഷെ ഇത് ഒഫീഷ്യലായി കൺഫേം ചെയ്തില്ല. ഒഫീഷ്യലായി കൺഫേം ചെയ്ത ഒരു ന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഹൗത്തികൾക്ക് പിന്നെയും വലിയൊരു പ്രശ്നത്തിലോട്ടാണ് പോകാൻ പോകുന്നത്. ഓൾറെഡി ഹൗത്തികൾക്ക് അതായത് ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിലോട്ട് ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. ഇസ്രായേലും അമേരിക്കയും കൂടെ ചേരുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഇറാന്റെ ന്യൂക്ലിയർ കാപ്പബിലിറ്റിനെയാണ് കൂടുതലും ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത്. അമേരിക്ക ന്യൂക്ലിയർ കാപ്പബിലിറ്റിനെയും അതുപോലെ തന്നെ ഹൗത്തികളെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരു നെഗോസിയേഷൻ നടക്കാൻ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ അമേരിക്കയുടെ അറ്റാക്കിൽ ഇറാൻ ഡയറക്റ്റ് സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നമാവും. പക്ഷേ ഇറാൻ ഇതുവരെ അറ്റാക്കുകൾ നടത്തിയെങ്കിലും ഇറാൻ ഇതുവരെയും ഒരു ആക്ഷനും അതായത് ഈ ഒരു കാര്യത്തിലോട്ട് സപ്പോർട്ട് അറിയിച്ച് ഞങ്ങളും അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെയും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല.